ഉഇദ്ദത് ലിൽമുത്തഖീൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുണ്യത്തിൻ്റെ പൂക്കാലമായ, ഭക്തിയുടെ ഉത്സവകാലമായ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട ഒരു ആത്മപരിശോധനയുണ്ട്. പരിശുദ്ധ റമദാന് വന്ന അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നൊരു വചനമുണ്ട്, ഖദ് ജാഅക്കും ശഹ്റുൻ മുബാറക്കുൻ. നിങ്ങൾക്ക് അനുഗ്രഹീതമായൊരു മാസം വന്നിട്ടുണ്ട്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാത്രി അതിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആർക്കാണോ അത് നഷ്ടപ്പെട്ടത് അവൻ ദൗർഭാഗ്യവാനാണ്, അവൻ എല്ലാ നന്മകളും തടയപ്പെട്ടവനാണ്. ഈ വചനം കേൾക്കാത്ത ഒരു ഖുതുബയും ഒരു പ്രസംഗവും നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ല. ഈ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റമദാനിൻ്റെ ഇത്രയും നാളുകളെ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട്? നമുക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളും ദിക്റുകളും എവിടെയാണ്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. അവസാനിക്കുന്ന ഇനി കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എത്രത്തോളം നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നതിൽ വേദനയും സങ്കടവും ഉണ്ടെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏറ്റവും ഫളിലുള്ള ദിവസങ്ങളാണ്. അതിലെ ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മകൾ വിശദീകരിക്കുന്ന ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, നന്മകളുടെ പ്രയാണത്തിന് ഒരവസാനമില്ല. ചില ആളുകൾക്ക് റമദാൻ അവസാനിക്കുന്നതോടുകൂടി ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാ നന്മകളും അവസാനിപ്പിക്കുന്ന രീതിയാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഇല ബഅദുസ് സലഫ്, ചില പൂർവികരായ സലഫുസാലിഹീങ്ങളോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് യതഅബ്ബദൂന ഫീ റമദാൻ. ചില ആളുകൾ റമദാനിൽ ഇബാദത്തുകളുടെ വിഷയത്തിൽ ഭയങ്കര ആവേശമുള്ളവരായിരിക്കും. എന്നിട്ട് പറയുന്നു വഇദൻ സലഖ റമദാൻ സറഖു. റമദാൻ അങ്ങ് കഴിഞ്ഞാൽ അവരിതിലൊന്നും ഉണ്ടാവുകയില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിലാകട്ടെ, ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലാകട്ടെ, ഒരു നന്മകളിലും അവരുണ്ടാവുകയില്ല. അവരെ പറ്റിയാണ് പൂർവികരായ സലഫുസാലിഹീങ്ങൾ പറഞ്ഞത്, ബിഅസൽ ഖൗം ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമദാൻ. റമദാനിൽ മാത്രമാണ് അവർ അല്ലാഹുവിനെ അറിയുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെക്കാളും മോശപ്പെട്ട എത്ര മോശം സമൂഹമാണ്, അവരെത്ര മോശപ്പെട്ട സമൂഹമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ വിശദീകരിക്കുന്നിടത്ത് പൂർവികരായ സലഫുസാലിഹീങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഇസ്ലാമിലെ ആരാധനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും സീസൺ ആരാധനകളല്ല, മറിച്ച് ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അവൻ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. ഖുർആൻ പറയുന്നുണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുന്നത് വരെ നീ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവനാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകം നമുക്ക് കാണാം, ഇന്നല്ലാഹ ലം യജഅൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. മരണമല്ലാതെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല. അവധിയില്ലാതെ
നിരന്തരമായി അമലുകൾ ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിക്കേണ്ടവരാണ് മനുഷ്യരെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ, മരണാനന്തര ജീവിതത്തിലുള്ള നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്, കൃത്യതയും നിത്യതയും കൈവരിച്ചവരാണ് എന്ന ആത്മപരിശോധനയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. പരിശുദ്ധ ഖുർആൻ മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് ചില ആളുകളെ കുറിച്ച്, കല്ല ബൽ തുഹിബ്ബൂനൽ ആജില, അവർ ദുനിയാവിനെയാണ് ഇഷ്ടപ്പെടുന്നത്, വതദറൂനൽ ആഖിറ, ജീവിതയാത്രക്കടയിൽ അവർ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും അവിടെയുള്ള വിചാരണയെയും എല്ലാം അവർ മറന്നുപോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓടുന്ന, നമ്മൾ സഞ്ചരിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുന്ന ഏത് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഇതൊന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. കുടുംബത്തിന് വേണ്ടി നാം ഓടുന്നു, മക്കൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു, നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചറിയേണ്ടത് ഇതൊന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ 100% ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? അൽ മൗത്തു ഹക്കുൻ, മരണം അത് സത്യമാണ്. അൽ ജന്നത്തു ഹക്കുൻ, സ്വർഗം സത്യമാണ്. അന്നാറു ഹക്കുൻ, നരകം സത്യമാണ്. വൽ ഖബ്റു ഹക്കുൻ, ഖബർ സത്യമാണ്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. ആ ചിന്തയാണ് മനുഷ്യനെ നന്മയിൽ പിടിച്ചു നിർത്തുന്നത്. മനുഷ്യനെ തിന്മയിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്ന ചാലകശക്തി ഞാൻ മരിക്കുമെന്ന ചിന്തയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പൂർവികരായ സ്വഹാബിമാർ, അവർ നന്മകളിൽ മുന്നേറിയത് ഇരുണ്ട ആകാശത്തിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ അവർ നമുക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുന്നത് അവരുടെ മനസ്സകങ്ങളിൽ ഈ ചിന്തകൾ പച്ചയായി നിലനിന്നത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 മരങ്ങളിൽ പക്ഷികൾ ഇങ്ങനെ പാറിപ്പറക്കുന്നത് കണ്ടപ്പോ ആ പക്ഷികളെ നോക്കി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? യാ ലൈതനി മിസ്ല ഹാദ ത്വയ്ർ, ഒരു പക്ഷി, ആ പക്ഷി മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പാറിപ്പറക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ലൈതനി മിസ്ല ഹാദ ത്വയ്ർ, ഞാൻ ഈ പക്ഷിയെ പോലെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാലക യാ അബൂബക്കർ, എന്താണ് അബൂബക്കറെ നിങ്ങൾക്ക് പറ്റിയത്? അൻസല്ലദീ ബശർത ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് നിങ്ങൾ. സ്വർഗത്തിന് 8 കവാടമുണ്ടെങ്കിൽ ആ 8 കവാടങ്ങളിലൂടെയും കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അബൂബക്കർ ആയിരിക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഞാൻ ആ പക്ഷിയെ പോലെയായിരുന്നുവെങ്കിലെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്നലി അബൂബക്കറിൻ ഹിസാബ, ഈ അബൂബക്കറിനും മരണമുണ്ട്, വിചാരണയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത്, വേദനിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത് മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു വിചാരണയുണ്ട്. അവിടെ നരകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ എന്ന വേദനയും സങ്കടവും ഖേദവുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആരാണ് പ്രിയപ്പെട്ടവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് പറയുമ്പോ, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പറയുമ്പോ പറയാതെ വിട്ടുപോകാൻ പറ്റാത്ത ഒരു ചരിത്രമുണ്ട്. ഏതാണ് ആ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന്റെ രംഗത്ത് സ്വഹാബിമാരിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ്, സംഭാവനകൾ സ്വീകരിക്കുകയാണ്. എല്ലാവരോടും പ്രവാചകന്റെ സന്നിധിയിലേക്ക് പണം കൊണ്ടുവരാൻ പറയുന്നു. എല്ലാവരും കൊണ്ടുവരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാത്തിലും അബൂബക്കറാണ് ജയിക്കല്, ഇതിലെനിക്ക് ജയിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്തുമായി പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ എന്നോട് ചോദിച്ചു, ഉമർ, എന്താണ് കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ,
ഇതിൻ്റെ പാതി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വെളുവെളുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീകും മിനന്നാർ എന്ന് വിളിച്ച ഷഹീദ് സിദ്ദീഖ് എന്ന അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കറിനോട് ചോദിക്കണ്ടേ, അബൂബക്കറെ, കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂലേ, അല്ലാഹു വ റസൂലുഹു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്, വേറൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ആലോചിച്ചു നോക്കൂ, ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒരു പക്ഷിയെ നോക്കി പറഞ്ഞത്, ഞാൻ ആ പക്ഷിയെ പോലെ ആയിരുന്നുവെങ്കിലെന്ന്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. മരിക്കേണ്ടവരല്ലേ നമ്മൾ? മരണത്തിന് ശേഷം ഒരു ഖബറില്ലേ? അതിനുശേഷം ഒരു വിചാരണയില്ലേ? അതിനുശേഷം സ്വർഗ നരകങ്ങളില്ലേ? നമ്മൾ എവിടെ എത്തും എന്നൊരാത്മപരിശോധന, ഒരാത്മവിചാരണ പ്രിയപ്പെട്ടവരെ നടത്തേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ടുവരുവിൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ടുവരും. അർദുഹസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കത്രയും വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുവിൻ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ടുവരുവിൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ആർക്കാണ് ഈ സ്വർഗമെന്നറിയുമോ? ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വചനം കാണാം. എന്താ അതിൽ പറയുന്നതെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാൻ. എൻ്റെ മനസ്സിന് ഭയങ്കര വേദന ഉണ്ടാക്കിയ ഒരു ഹദീസാൻ. എന്താ ഇതിൽ പറയണമെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ബി ഖബരി, ഒരു ഖബറിന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സഹാബത്തിനോട്, മൻ സാഹിബു ആദൽ ഖബർ, ഈ ഖബറിൽ ആരാണെന്ന് ചോദിച്ചു. സഹാബിമാര് പറഞ്ഞു, നബിയെ ഫുലാനുൻ, ഇന്നാലിന്ന വ്യക്തിയാണ് ആ ഖബറിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അടുത്ത വാചകം എന്താ അറിയോ? നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണത്. എന്താ റസൂലുള്ളാഹി പറയുന്നതെന്നറിയോ? റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും, ഇദ്ദേഹം ഖബറിൽ കിടക്കുന്ന വ്യക്തി നിങ്ങളുടെ ദുനിയാവിലെ മുഴുവൻ സമ്പാദ്യത്തെക്കാളും അയാൾ ഇഷ്ടപ്പെടുന്നത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഖബറിൽ കിടക്കുന്ന വ്യക്തി ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന മനുഷ്യരോട് എങ്ങാനും അല്ലാഹു ചോദിക്കുകയാണ്, പറയുകയാണ്, തമന്നൗ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തിയോടെങ്ങാനും ആരെങ്കിലും ചോദിച്ചാൽ അവര് പറയുന്നറിയോ? ലതമന്നൗ യൗമൻ മിൻ റമളാൻ, പടച്ചോനെ, റമളാൻ മാസത്തിലുള്ള ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിലെന്ന് അവരാഗ്രഹിക്കുമെന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുമ്പോ, റമളാനിന്റെ അവസാനത്തെ 10 1000 മാസങ്ങളെക്കാളും പുണ്യം ഒരു രാത്രി അല്ലാഹു തരുന്ന, നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടും നമുക്ക് ആ രാത്രി ഒന്ന് പള്ളിയിലിരിക്കാൻ നമുക്ക് സമയമില്ല, തിരക്കാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് മോഡേൺ സയൻസിനോട് ചോദിച്ചപ്പോൾ സമയമില്ല എന്നുള്ളതാണ്. എവിടെ നമുക്ക് സമയം ഉണ്ടാകുക? ഒന്ന് പള്ളിയിലിരിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല, ഒന്ന് ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല, ഒന്ന് ദിക്ർ ചൊല്ലാൻ നമുക്ക് സമയമില്ല. ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് സമയമില്ല. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ സമയം ഉണ്ടാകുക? എന്നാ നമുക്കിതിനൊക്കെ സമയം ഉണ്ടാകുക? റമളാൻ അവസാനിക്കുകയാണ്. ഇനിയും തിന്മകളുടെ പാപത്തിന്റെ കറകൾ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാതെ അള്ളാഹിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാന സമയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അവസാനം നോക്കിയാണ് അള്ളാഹു അമല് സ്വീകരിക്കുന്നത്. അവസാനം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അവസാനം ഈമാനോടെ, അവസാനം ഇഖ്ലാസോടെ, അവസാനം നല്ല മനസ്സോടെ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകം സ്പർശിക്കാത്ത കണ്ണുകൾ അതേതാണ്? അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകളാണ്. ഒരു രാത്രിയെങ്കിലും ഉമ്മ മരിച്ചപ്പോ ഉമ്മാന്റെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് പൊട്ടി പൊട്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഭാര്യ ലേബർ റൂമിൽ ഇരുന്നപ്പോ
അവിടെ ഓപ്പറേഷൻ ആണെന്ന വിവരം കിട്ടിയപ്പോ ആ കുഞ്ഞിക്കാലിന് കാണാൻ വേദനിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും നമ്മെ സൃഷ്ടിച്ച, നമുക്ക് കണ്ണുകൾ നൽകിയ, കരയാനുള്ള കണ്ണുനീര് നൽകിയ ആ അള്ളാഹുവിനെ ഓർത്ത്, നരകത്തെ സംവിധാനിച്ച, നരകത്തിലെ ഭീകരമായ ശിക്ഷകളെ സംവിധാനിച്ച, സ്വർഗത്തെ സംവിധാനിച്ച, പാപമോചനമെന്ന് പറയുന്ന റഹ്മത്തിന്റെ വിശാലമായ കവാടം നമ്മുടെ മുമ്പിലേക്ക് തുറന്നുവെച്ച ആ അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു രാത്രിയെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഏകനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഒന്ന് കരഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വചനം നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല 2 തുള്ളികളുണ്ട്, 2 അടയാളങ്ങളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഖത്റത്തും മിൻ ദുമൂഇ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്, ചെയ്ത പാപങ്ങൾ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ കണ്ണെന്ന് കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, അത് പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വഖത്റതു ദമിൻ ദഹ്റാഖു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തമില്ലേ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളികളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെട്ട, വേദനിച്ച എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞ ചരിത്രമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞ ചരിത്രമുണ്ട്. നിങ്ങൾ നോക്കൂ, എന്തിനാണ് കരഞ്ഞത്? മരണത്തെ ഓർത്ത്, മരണാനന്തര ജീവിതത്തെ ഓർത്ത്, അതേപോലെ തന്നെ വിചാരണയെ ഓർത്ത്, സ്വർഗത്തെ ഓർത്ത്, നരകത്തെ ഓർത്ത് അവർ കരഞ്ഞ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് കരയുന്നത് കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മായുബക്കി, എന്താണ് നിങ്ങളെ കരയിച്ചത്? അദ്ദേഹം പറയുന്നു, ഞാൻ കരയുന്നത് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊന്നല്ല കരയുന്നത്, ഞാൻ കരയുന്നത് വലാകിന്ന ബക്കി അലാ ബുഅദി സഫരി, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഒരുപാട് ദൂരമുണ്ടല്ലോ എന്നാലോചിച്ച് കരയാൻ. മരണത്തിന് ശേഷം എനിക്കൊരുപാട് യാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് അടുത്ത വാചകം എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, പക്ഷേ ഫഖില്ലതു സാദി, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. ആരാ പറയുന്നത്? സ്വഹാബിമാര് മുഴുവനും സ്വർഗത്തിലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. ആരാ? സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിമാർ. നിങ്ങളൊന്ന് ആലോചിച്ചു, 30 ദിവസത്തെ 29 ദിവസത്തെ നോമ്പെടുത്ത് എല്ലാ നേരത്തും ജമാഅത്തും നിർവഹിച്ചു കഴിഞ്ഞാൽ എനിക്കല്ലാതെ പിന്നെ ആർക്കാ സ്വർഗം കിട്ടാന്ന് ചിന്തിക്കുന്ന നമ്മൾ അബൂ ഹുറൈറയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. നമ്മൾ ഈ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം, നമ്മളൊന്ന് മനസ്സിലാക്കണം. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രയെത്ര ചരിത്രങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ അവസാന നാളുകളിൽ മനസ്സറിഞ്ഞ് വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാം അതറിയാവുന്ന റബ്ബിനോട് ഏറ്റുപറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ, വിഷമങ്ങൾ നീക്കിക്കിട്ടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ച് ആ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാന നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് കരയാനും വേദനിക്കാനും ഒരു ഖുശൂ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ
പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വമതാ ഉഖിഹതത്തിൽ ഐനു മിനൽ ബുകാഇ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് ക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ ഫഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നകഹ്തഹ മിൻ ഖസ്വത്തിൽ ഖൽബ്, കരയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയത് കൊണ്ടാണ്, ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ടാണത്. വഅബദുൽ ഖുലൂബി മിനല്ലാഹ്, കാരണം ആ ഖൽബ്, ഉറച്ച ഹൃദയത്തിന്റെ ഉടമ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് എന്താണ് പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ-ഇസ്തിആദതു മിൻ ഖസ്വത്തിൽ ഖൽബ്, ഹൃദയം കഠിനമായി പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എന്ത് കിട്ടിയാലും മതിവരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, വമിൻ ഖൽബിൻ ലാ തഖ്ശ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, നിന്നെ ഓർത്ത് കരയാത്ത കണ്ണുകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനോട് ഇസ്തിആദത്തിനെ തേടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് അള്ളാഹു. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ പ്രത്യേകതയും അവന്റെ കഴിവുകളെ കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നതോടുകൂടി മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, തദക്കുറുൽ മൗത്ത് വറുഹിയത്തുൽ മുഹ്തദരീന വൽ അംബാത്, നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. അതേപോലെ തന്നെ മരണ വീടുകൾ സന്ദർശിക്കണം, മരിച്ച വ്യക്തികളെ നിങ്ങൾ കാണണം, മരണാനന്ത കർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണം. അതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള നല്ല ചിന്തകൾ ഉണ്ടാക്കി തരികയും നിങ്ങളുടെ ഹൃദയം ലോലമാവുകയും നിങ്ങൾക്ക് അല്ലാഹുവിനോർത്ത് കരയുന്ന കണ്ണുകളെ സമ്മാനിക്കുകയും ചെയ്യുമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അഖ്ലുൽ ഹലാൽ, ഹലാൽ തിന്നണം, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഹൃദയം കടുത്തുപോകാനുള്ള കാരണം ഹറാമ് തിന്നതാണ്. ഹലാല് തിന്നണം. മാത്രമല്ല തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. അരിക്കുന്നാസി ഖുലൂബൻ അഖല്ലുഹും ദുനൂബ, ഏറ്റവും നല്ല ലോലമായ ഹൃദയത്തിന്റെ ഉടമ ആരാണ്? പാപങ്ങൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ മനുഷ്യരാണ് എന്ന് നിങ്ങൾ നോക്കൂ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. ഈ കാര്യങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ ഒഴിവാക്കാനും അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയാനും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച മാസം കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. അതിൻ്റെ മുമ്പ് വിശ്വാസികൾ എന്ന നിലയിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജുമുഅക്ക് മുമ്പ് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്ത കാര്യം സകാത്തുൽ ഫിത്ർ. അത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. അത് നമ്മുടെ നോമ്പിൽ വന്ന കുറവുകൾ പരിഹരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും നല്ല മാർഗമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കൊടുത്തുവിട്ടണമെന്ന കാര്യം നമ്മളെ പഠിപ്പിച്ചു എന്ന കാര്യമാണ്. ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും അതേപോലെ തന്നെ ഇവിടെ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് 110 രൂപയാണ്. ആ കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ നമുക്കെല്ലാവർക്കും അറിയാം. പെരുന്നാളിൻ്റെ സുന്നത്തുകൾ നമ്മളെല്ലാവരും പഠിച്ചതാണ്. നമ്മൾ കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം. ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുന്നു. ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിച്ച് മുസല്ലയിലേക്ക് വരിക എന്നത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളും നമ്മുടെ കുടുംബവും അതേപോലെ തന്നെ ഋതുമതികളായ സ്ത്രീകളെ പോലും മുസല്ലയിലേക്ക് കൊണ്ടുവരണം.
അവരും മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നമുക്കറിയാം, ചെറിയ പെരുന്നാളിന് മാസം കണ്ടത് മുതൽ നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിയുന്നത് വരെയാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങാടികളിലും യാത്രകളിലുമൊക്കെ അവർക്ക് ആ തക്ബീറുകൾ ഒച്ചത്തിൽ ചൊല്ലാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും മത്സരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മനപ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിത്തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين واحمي حوزة الدين ودمر أعداء الدين وسائر الطغاة والمفسدين وألف بين قلوب المسلمين، وألف بين قلوب المسلمين، وألف بين قلوب المسلمين ووحد صفوفهم وأصلح قادتهم واجمع كلمتهم على الحق يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا، واجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم آت نفوسنا تقواها، اللهم آت نفوسنا تقواها، اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، وزكها وأنت خير من زكاها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم اشف مرضانا، اللهم اشف مرضانا، اللهم اشف مرضانا وارحم موتانا، وارحم موتانا وبلغنا فيما يرضيك آمالنا، وبلغنا فيما يرضيك آمالنا. اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.